ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കനെ പോലും മാറ്റി നിർത്തുന്ന ടേസ്റ്റിൽ ഒരു അടിപൊളി ഫ്രൈ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ചിക്കനും ബീഫും ഒന്നുമില്ലാത്ത സമയങ്ങളിൽ നമുക്കിത് ഉണ്ടാക്കാം. മാത്രമല്ല ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഈ സൈസിലുള്ള ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ വലിയ ചക്ക കട്ട് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറുത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് എടുക്കാം കേട്ടോ. നീളത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ സൈസിൽ എടുക്കുകയാണ് നല്ലത്. ഫ്രൈ ചെയ്ത് വരുമ്പോൾ എന്താണെങ്കിലും അതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ആവും. അപ്പോൾ അത് നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, കുറച്ച് നീളത്തിലുള്ള പീസസ് ആയിട്ട്. ഇപ്പോൾ എല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ആ ഒരു ഇടിച്ചക്ക കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, വലിയ ജീരകം പൊടിച്ചതാണ്, അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ. പിന്നെ ചേർത്തിരിക്കുന്നത് കായമാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 പിഞ്ചായിട്ടുള്ള കായം ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കിതൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല എരിവിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പുളിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതിനുശേഷം കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത്, കുക്കിംഗ് ഓയിൽ, അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട്, വെളിച്ചെണ്ണയിലാണെങ്കിൽ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഓയിലിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ ഓയിൽ ചൂടായതിനു ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനും. ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം, ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ അതുപോലെ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെടുത്ത് അത്രയും ക്വാണ്ടിറ്റി ഓരോ ബാച്ചായിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇതുപോലെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഫ്രൈ ചെയ്ത് വരുന്നതിൻ്റെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുന്ന സമയത്ത് തന്നെ അതിൻ്റെ ശബ്ദം കേൾക്കാം. പിന്നീട് നമ്മൾ സെയിം ഓയിലിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, അതുപോലെ കുറച്ച് കറിവേപ്പിലും, ഒരു 2 പച്ചമുളകും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടി ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ചിക്കനൊക്കെ മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടിച്ചക്ക ഫ്രൈ. നമുക്ക് ഒന്നുമില്ലാത്ത ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ വേറെ ഒരു നോൺ വെജ് ഐറ്റംസും വേണ്ട, ഇത് മാത്രം മതിയാവും. ഇനി ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്കിത് കഴിക്കാൻ പറ്റുക, 4 മണി സമയത്ത് പലഹാരമായിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ, നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇതൊരു അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഇടിച്ചക്ക കിട്ടുമ്പോഴേ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കണേ. അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.